മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കൂളൊക്കെ തുറക്കാനായാലും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇത് കാഞ്ഞങ്ങാട് ഷോപ്പിക്സിലാണ് വന്നിട്ടുള്ളത്. കുറേ എന്തൊക്കെയോ ഓഫർ ഇട്ടിട്ടുണ്ട് ഫുഡ് ഐറ്റംസൊക്കെ, പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. കുട്ടികൾക്ക് വാങ്ങാൻ വന്നതുകൊണ്ട് പിന്നെ ആ സെക്ഷനിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിച്ച് വാങ്ങണമെന്ന് വിചാരിച്ചു. ആദ്യം കുട്ടികളെ കാര്യമൊക്കെ നടക്കട്ടെന്ന് പറഞ്ഞിട്ട് അത് മോളത്തെ സെക്ഷനിലായിരുന്നു കുട്ടികളുടെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് അങ്ങോട്ടേക്ക് പോയാണുള്ളത്. അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് എടുക്കാൻ കഴിഞ്ഞ് പിന്നെ ഈ കളറൊക്കെ എനിക്ക് വേഗം തീർന്നാണ്. ചെറിയ മോന് കളറൊക്കെ വേഗം തീർക്കും. അങ്ങനെ ചെറുതാണ് ഇപ്പോൾ ഞാൻ വാങ്ങുന്നുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു മാസത്തേക്ക് ഒരു കളറാണ് അങ്ങനെയാണ് എൻ്റെ ഇതുള്ളത്. പിന്നെ ഇതാ ബുക്സ് ഒരു ബണ്ടായിട്ടാണ് എടുക്കുന്നുള്ളത് 2 പേർക്കും വേണ്ടിയിട്ട്. ഇവിടെ വലിയ ഓഫറൊന്നുമില്ല, എന്നാലും കുറച്ച് ഓഫറിലൊക്കെ കിട്ടി ഇങ്ങനെ ബണ്ടായിട്ട് എടുക്കുമ്പോൾ. പിന്നെ ഇതാ ബാഗ് സെക്ഷനിലേക്ക് ബാഗ് എനിക്ക് സ്കൂബിയുടെ തന്നെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചെറിയ മോന്. അതിലെന്തോ ടോയ്സ് ഉണ്ട് കളിക്കുന്ന, അതിന് വേണ്ടിയിട്ടാണ് സ്കൂബി ബാഗ് വേണമെന്ന് പറയുന്നുള്ളത്. അതിൽ ബാഗിന് വേണ്ടിയിട്ടൊന്നുമല്ല, ആ കളിക്കുന്ന ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്കൂബിയുടെ ബാഗൊക്കെ വാങ്ങി. ഇനി തന്നെ മോൾക്ക് ഇതൊരു ബാഗ് കാണുമ്പോൾ അത് വേണമെന്ന് വാശി പിടിച്ച് അവൾക്ക് മദ്രസയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടിട്ട് എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കൂട്ടിക്കാട്ടുകയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും വാങ്ങിക്കൊടുത്ത് എന്താ വാട്ടർ ബോട്ടിൽ എടുക്കാമെന്ന്. വാട്ടർ ബോട്ടിൽ പിന്നെ അവർക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം പകുതി നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോൾ നോക്കിയതാണ്, നല്ല രസമുണ്ടായിരുന്നു. അതിന് സാധാരണ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്ക് ബോക്സ് അത് സ്റ്റീലിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് നല്ലതാണ്, എൻ്റെ സ്റ്റീലിലെടുത്ത്. പിന്നെ ചെരുപ്പ് വന്നതിലെല്ലാം കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. പിന്നെ അവർക്ക് സ്കൂളിൽ പോകുമ്പോഴാണ് മഴക്കാലമല്ല, ചെരുപ്പാണ് ആദ്യം വേണ്ട, ചെരുപ്പം വാങ്ങി. പിന്നെ കുട ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല. മദർസിലേക്ക് പോകുമ്പോഴാണ് കുട വേണ്ടത്, സ്കൂളിലേക്ക് പിന്നെ പോയിട്ട് വരുന്നതല്ലേ. അങ്ങനെ ഒരു കുടയും വാങ്ങി. മുന്നത്തെ കുട ഉണ്ടായിരുന്നു, കേൾക്കുന്നില്ല. അങ്ങനെ അതും കുടയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്നതേക്ക് മിക്സി കണ്ടിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വാങ്ങണമെന്ന്. ഭയങ്കര റേറ്റ് തന്നെയാണ്, 5000 സംതിങ് ആണ് ഇതിൻ്റെത്. നല്ല കാണാൻ നല്ല രസമുണ്ട്. കുറേ യൂട്യൂബർ കണ്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബില്ലെടുക്കാൻ വേണ്ടി വന്നു. ഭയങ്കര തിരക്കായിരുന്നു, സ്കൂൾ തുറക്കുന്നതായത് കൊണ്ട് ഭയങ്കര അത്ര തിരക്കായത്. പിന്നെ അവിടെ കാർഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ബില്ലൊക്കെ അടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, ഭയങ്കര വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്നു, വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പോയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ വരുന്നേക്ക് ഫ്രഞ്ച് ഫ്രൈ കണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാലും പിന്നെ അതൊക്കെ നോക്കി വെച്ച് പിന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ വരാന്ന് വെച്ച് സോസേജൊക്കെ കണ്ട് നോക്കി വെച്ചിട്ട് അതൊന്നും വാങ്ങിയിട്ടില്ല, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും. പിന്നെ അത് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്കിടുന്നു. അത്ര വിശപ്പാണ്, ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. രാവിലെ കഴിച്ചിട്ട് വന്നതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വേറെ ഫർദർ ശരിയാക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അങ്ങനെ വീട്ടിൽ ചെറിയ മോനും ഉമ്മത്താക്കിയിട്ട് വന്നതുകൊണ്ട് എല്ലാം തിരക്കിൽ പിന്നെ അവർ വിളിച്ചുകൊണ്ട് വരുന്നില്ല, ഉമ്മ വിളിച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ചൂട് അരമണിക്കൂർ പിന്നെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് എത്തി എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടോയെന്ന് നോക്കിയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അപ്പോൾ വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇടയിൽ മെയിൻ പണിയാണ് പെയിൻ്റ് ഇടൽ. അത് ഭയങ്കര പണി തന്നെയല്ല, എനിക്ക് എന്തോ ഒരു ബാന പിടിച്ച പണിയാണ് ഈ പെയിൻ്റ് ഇടൽ. അതൊരു ദിവസം ഇരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം പെയിൻ്റൊക്കെ ഇട്ടിട്ടെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. ഇത് 2 കളറാക്കിയതെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ബുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് 2 പേർക്ക് 2 കളറിലാണ് ഇട്ട് കൊടുക്കാറ് ഞാൻ. എന്നാൽ പിന്നെ അവർ അടി കൂടില്ല, എൻ്റെ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇങ്ങനെ ട്രിക്കാണ് ഞാൻ എടുക്കാറ്. അങ്ങനെ മക്കളെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം സെറ്റായി കഴിഞ്ഞു. പിന്നെ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള അത് വേറെ തന്നെ ഒരു രസമാണ്. എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ അറിയാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.